ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഹനീദാണ്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്താലെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തതാണ് ചിക്കൻ ഹനീദ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സ്പെഷ്യൽ മസാലയൊക്കെയാണ് വേണ്ടത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് മല്ലി, കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, ചെറിയ ജീരകം, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. അത് നമ്മുടെ ചിക്കനിലോട്ട്, നമ്മൾ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ചിക്കൻ എടുക്കുന്നത്, അതിനകത്തോട്ട് ഇട്ട് കുറച്ച് നാരങ്ങാനീരും ആവശ്യത്തിന് ഉപ്പും ഇട്ട്, നമുക്ക് മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ മാഗി ക്യൂബ് ചേർക്കാം. നമുക്കിത് ഇവിടെ കിട്ടിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഉപ്പാണ് ഇട്ടേക്കുന്നത്. ഇത്രയും ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്തൊരു പാൻ എടുത്ത് കുറച്ച് ഉള്ളി, ക്യാരറ്റ്, തക്കാളി ഇത്രയും എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കുറച്ച് പച്ചമുളകും ഒരു കഷ്ണം നാരങ്ങയും കൂടി ഇട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ അരി വേവാനുള്ള വെള്ളമാണ് അത്. അപ്പം 1 കപ്പ് അരി എടുക്കുന്നെങ്കിൽ 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കണം. അപ്പം നമ്മളിവിടെ വെള്ളം ഒഴിച്ച് വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ചിക്കൻ വേവിച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ചൊരു എണ്ണ ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഓൾറെഡി വെന്ത ചിക്കനാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്താൽ മതി. നമ്മളിവിടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു ഒരു ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചിക്കനും വെച്ച് എടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.